ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫസി ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4 ഐറ്റം ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ചേമന്തി സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു 4 ഐറ്റം ഫ്ലവേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാറും അതുപോലെ കുട്ടികളുടെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമുക്കിതുപോലെ ഫ്ലവേഴ്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ബീഡ്സിന് പകരമായിട്ട് കൊടുക്കാം, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേമന്തി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കണം, ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കോയിനൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. കറക്റ്റായിട്ടൊരു സർക്കിൾ കിട്ടില്ല അങ്ങനെ വരയ്ക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ ഒരു കോയിൻ എടുത്തിട്ട് ചുറ്റിലും വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വലിയ സർക്കിൾ കിട്ടും, കുഴപ്പമില്ല. കുറച്ചുകൂടി വലുതായാലും നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഒരു സർക്കിൾ കൂടെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു കോയിനേക്കാളും ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 6 നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ ഉള്ളിലെ ആ ഒരു സർക്കിളിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പുറത്തുള്ള ആ ഒരു സർക്കിളിലോട്ട് കൊടുക്കും. ഇതുപോലെ നമുക്ക് ഒരു ഹെറിംബോൺ സ്റ്റിച്ച് പോലെ കിട്ടും കേട്ടോ. നമ്മളിത് നേരെ കൊണ്ടുവരുന്നത് സെൻറ്ററിലോട്ടാണ് കേട്ടോ. ഈ സെൻറ്ററിൽ കൊടുന്ന് താഴ്ത്തി പിന്നെ നമ്മൾ ഉള്ളിലുള്ള ആ ഒരു സർക്കിളിൽ നീഡിൽ പൊക്കിയെടുക്കുക. കണ്ടില്ലേ. അപ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ നീഡിൻ്റെ താഴെ വരണം, മുകളിൽ വരരുത്, ഇങ്ങനെ താഴെ വരണം കേട്ടോ. വീണ്ടും നമ്മളിതുപോലെ ചെയ്യാണ്. അപ്പോൾ അതൊരു ഫ്ലവറായിട്ട് വരുന്നത് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അതുപോലെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്ത ഒരു വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. വർക്കുകൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഏതൊക്കെ ഡിസൈനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ മാത്രമാണ് കേട്ടോ, ഭയങ്കര വിഷമമായി, ഒരാൾ മാത്രമാണ് നമുക്ക് കമൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സന്ധ്യ സജീവനായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആൾ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റിച്ച് ചെയ്തായിരുന്നെന്ന്. അപ്പോൾ സന്ധ്യ സജീവൻ, വെരി ഗുഡ്. ബാക്കി എല്ലാവരും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ട് പറഞ്ഞത് കേൾക്കാത്തതാണോ അതോ നിങ്ങൾക്ക് സ്റ്റിച്ച് മനസ്സിലാവാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പറയുക, നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ എങ്ങനെയാണ് ഇനി നമുക്ക് വർക്കിൽ ചെയ്ത് കാണിച്ച് തന്നാലും മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുള്ളൂ. നമ്മൾ അത്രയും കറക്റ്റ് ആവശ്യമുള്ളത് മാത്രമാക്കി എഡിറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടോ 10 മിനിറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്രയും ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ആളുകൾക്കൊരു മടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതൊരു പ്രചോദനമാണ്. പിന്നെ അതുപോലെ ഇത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കൊക്കെ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ കൂടുതൽ എത്തും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്യാനായി. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇങ്ങനെ സെൻറ്ററിലോട്ട് വന്ന് പിന്നെ നമ്മളിതാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെ കണ്ടില്ലേ, ഉള്ളിലെ ആ ഒരു സർക്കിളിൽ പൊക്കിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്ത് വരാനുള്ളൊരു സ്പേസ് പിന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ അവിടെ തന്നെ ലാസ്റ്റ് അവിടെ തന്നെ താഴ്ത്തി കൊടുക്കണം കേട്ടോ. ആ ഉള്ളിൽ ആ ഒരു സെൻറ്റർ ലൈനോട്ട് നമ്മൾ വന്നതിന് ശേഷം പിന്നെ നമുക്കത് അവിടെ താഴ്ത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്, ഇത് നമുക്കിവിടെ കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേമന്തി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ.
നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റിച്ചാണ്. വളരെ എളുപ്പമുള്ള സ്റ്റിച്ചാണ്. എല്ലാതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഒരു നേക്ക് കിട്ടിയാൽ പിന്നെ എളുപ്പമുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വുവൺ റോസാണ് കേട്ടോ. വുവൺ റോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. നമുക്ക് ഹൂപ്പാർട്ടിലൊക്കെ ഒരുപാട് വുവൺ റോസുകൾ ചെയ്യും. നമ്മൾ ഡ്രസ്സിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വുവൺ റോസാണ്. അപ്പോൾ വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ അതും ഒരു കോയിൻ വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി. എന്നിട്ട് സെൻറ്ററിലായിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാലുകൾ വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 5 കാലാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കാല് മീൻസ് ആ ഉള്ളിലുള്ള ആ ഒരു വര മനസ്സിലായല്ലോ, ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വര കേട്ടോ. അപ്പോൾ നമ്മൾ ഓഡ് നമ്പറായിട്ട് തന്നെ വരണം. 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അങ്ങനെ വരണം കേട്ടോ. ഒറ്റ സംഖ്യയായിട്ട് വരണം നമ്മുടെ ആ കാലുകളുടെ എണ്ണം. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയൊരു സർക്കിളാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലുകൾ എന്തായാലും ആവശ്യം വരും. കാരണം നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് ഒരു കൂടുതൽ ഉറപ്പ് കിട്ടാൻ കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ കാലുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒറ്റ സംഖ്യയായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ ഒരു സർക്കിളിലോട്ട് ഈ ഓരോ കാലിലും നമ്മൾ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സർക്കിളിലോട്ട് ഓരോ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ 5 കാലാണല്ലോ, അപ്പോൾ 5 സ്റ്റിച്ച് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് 5 സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഓരോ കാലും ഏകദേശം ഒരേ ഗ്യാപ്പിൽ തന്നെ വരാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓരോ കാലുകളും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ത്രെഡ് പൊക്കിയെടുത്തിട്ട് നമ്മളിതാ ഫസ്റ്റ് കാണുന്ന ആ ഒരു സ്റ്റിച്ചിനെ വിട്ടിട്ട് അപ്പുറത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമ്മൾ ത്രെഡ് എടുക്കുക, നീഡിൽ കടത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനെ വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നീഡിൽ കടത്തിയെടുക്കുക. അങ്ങനെ ഒന്നിട വിട്ടിട്ട് ഓരോ കാലുകളും ഒന്നിട വിട്ടിട്ട് അങ്ങനെ നമ്മൾ നീഡിൽ കടത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ അല്ലേ നമ്മൾ ത്രെഡ് കടത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ കടത്താണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടി കടത്തുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഒരു ആ കാലുകൾ ഫുള്ള് നമ്മളിങ്ങനെ ചെയ്ത് മറച്ച് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ആ ഒരു വുവൺ റോസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡ് നമ്മൾ ഫസ്റ്റേ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് അതൊന്ന് കെട്ടിയിട്ട് വേറെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എൻ്റെ ത്രെഡ് കഴിയാനാവുമ്പോൾ ഏത് കാലിൻ്റെ അവിടെ വെച്ചിട്ടാണോ നമുക്കിനി കൂടുതൽ ത്രെഡ് ഇല്ലയെന്ന് തോന്നുന്നതെങ്കിൽ നമുക്ക് അവിടെ താഴത്തേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചെറിയൊരു ശ്രദ്ധിച്ച് നോക്കിയാലേ ഉള്ളൂ അത് മനസ്സിലാവുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു റോസ് കംപ്ലീറ്റ് ആവാനുള്ളൊരു ത്രെഡ് ഒരു റോസ് ചെയ്യുമ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കാലുകളൊക്കെ മറഞ്ഞ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഫില്ലായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കിതിവിടെ താഴോട്ട് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഈ ഒരു കാലുകൾ മാത്രമാണ് കാണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഒരു ഡാർക്ക് കളറോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നേരിട്ട് കാണുന്ന ആ ഒരു അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഡാർക്ക് കളറോട്ട് ചെയ്താലേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് പോണത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഡാർക്ക് കളർ അത്രയും എടുക്കുന്നത് കേട്ടോ. പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭംഗി കാണാൻ കഴിയുന്നില്ല അല്ലേ, നേരിട്ട് കാണുന്നത് പോലെ കാണാൻ കഴിയില്ല. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ നോട്ടാണ് കേട്ടോ. അപ്പോൾ ബുള്ളിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രയാസം തോന്നും, പക്ഷേ നമുക്ക് ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു സ്റ്റിച്ചാണ്. നമ്മളിത് പഠിച്ചാൽ ഒരുപാട് ഇത് യൂസ് ചെയ്യും. നമുക്ക് ഒരുപാട് എല്ലാ ഡിസൈനിലും നമ്മൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റിച്ചായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം തോന്നും, പക്ഷേ ആ ഒരു നേക്ക് 1-2 പ്രാവശ്യം ചെയ്ത് ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 23ാമത്തെ സ്റ്റിച്ച് മുതലാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടോ. ചേമന്തി സ്റ്റിച്ച് നമ്മുടെ 23ാമത്തെ സ്റ്റിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു ഫ്ലവറിൻ്റെ സ്റ്റിച്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 26 സ്റ്റിച്ചാണ് ഇപ്പോൾ ഇതുവരെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വലുപ്പമുള്ള ഒരു ലൈനാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു ലൈനിൻ്റെ എൻഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്തത്, സൂചി പൊക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ താഴ്ത്തി കൊടുത്ത് വീണ്ടും ആദ്യം പൊക്കിയ ആ ഒരു എൻഡിങ്ങിൽ നീഡിൽ പൊക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ ത്രെഡിനെ നമ്മളിതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ലെങ്ത്ത് ഇപ്പോൾ ഞാൻ വരച്ച ഒരു വരയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ആ ഒരു നോട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ത്രെഡിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചുറ്റലിൽ നിന്ന് നമ്മൾ അവിടെ പിടിച്ചു കൊടുക്കുക, അവിടെ നിന്ന് വിടരുത് കേട്ടോ. പതുക്കെ നമുക്ക് ഈ ഒരു നീഡിലിങ്ങനെ അതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അതിലിങ്ങനെ ആ ഒരു പിരികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. ഒരു നോട്ടും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിതുപോലെ ഇതുകൊണ്ട് റോസ് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ എൻഡിങ് പോയിൻറ്റിൽ നമ്മൾ നീഡിൽ പൊക്കിയെടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ താഴ്ത്തി, സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ താഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഫസ്റ്റ് പൊക്കി അവിടെ തന്നെ പൊക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അത്രയും ത്രെഡ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ നീഡിൽ ഊരിയെടുക്കുക. അപ്പോൾ നമ്മളിതാ കണ്ടോ, പതുക്കെ ഇങ്ങനെ നീഡിൽ ഊരി കൊടുത്തിട്ട് ആ ഒരു ചുറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളിതിനെ ഇവിടെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുള്ളിയൻ നോട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ 2 നോട്ടല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് റോസ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൗണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബുള്ളിയൻ നോട്ട് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് ഞാനൊരു ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നോട്ടിൻ്റെ 2 സൈഡിലും നമ്മളിതുപോലെ 2 നോട്ടും കൂടെ വരച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ആ ഓപ്പണായിട്ട് വരുന്നൊരു ഭാഗമുണ്ടല്ലോ 2 സൈഡിലും, അവിടെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു ഭാഗത്ത് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ വരുന്ന നോട്ടുകളൊക്കെ ആ മുന്നേ ഇട്ട ആ നോട്ടിനെ ഒന്ന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് കയറിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. നമുക്ക് സെൻറ്ററിൽ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതുപോലെ എൻഡിങ് പോയിൻറ്റിലാണ് നമ്മൾ
നേരത്തെ ബുള്ളിയൻ നോട്ട് ചെയ്തല്ലോ അതുപോലെ തന്നെ ഒരു നോട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് ആവശ്യമുള്ളതിനനുസരിച്ച് ചുറ്റുക. എന്നിട്ട് നമ്മൾ ഈ നീഡിലിനെ ഇങ്ങനെ തിരിച്ചിട്ട് വേണം ഇതിന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നീഡിൽ നല്ല ചുറ്റിൽ നല്ല ടൈറ്റാക്കി പിടിക്കരുത്. അപ്പോൾ നീഡിൽ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. നല്ല ടൈറ്റാക്കാണ്ട് എന്നാൽ നല്ല ലൂസാക്കാണ്ട് അങ്ങനെ പിടിച്ചിട്ട് വേണം നീഡിൽ ഊരി എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്കൊരു നോട്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു തന്നല്ലോ, ആ രീതിയിൽ രണ്ട് സൈഡിലും നമുക്ക് അടുത്ത 2 നോട്ടുകൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വരച്ച് കൊടുത്ത ആ ഒരു രീതിയിൽ അതിൻ്റെ എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് നീഡിൽ കടത്തിയെടുത്തിട്ട് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബുള്ളിയൻ നോട്ട് അവിടെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2 സൈഡിൽ നമ്മൾ ഓരോ ബുള്ളിയൻ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ റോസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് അത് ആ ഒരു മെത്തേഡ് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. പിന്നീടൊന്നും അങ്ങനെ വരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിരിയൊക്കെ ഇങ്ങനെ ഒന്ന് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ തിരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിപ്പോൾ 2 ഭാഗത്തും മേലെയും താഴെയായിട്ട് ഒരു ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അവിടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ബുള്ളിയൻ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ കവർ ചെയ്തിട്ട് ബുള്ളിയൻ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ ഭാഗം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോൾ ചെയ്ത ആ ഒരു ബുള്ളിയൻ നോട്ട് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് കണ്ടില്ലേ, ഞാനൊന്ന് അതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത് അല്ലേ. ആ ഒരു രീതിയിൽ നമ്മൾ ഇനി വരുന്ന ഓരോ ബുള്ളിയൻ നോട്ടും അങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗം മാത്രം അങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയെല്ലാം നമ്മൾ ആ ഒരു രീതിയിലാണ് ഒന്നിൻ്റെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് ഇത് നമുക്കൊരു റൗണ്ടായി കിട്ടുന്നത് വരെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഒരു റൗണ്ടായിട്ട് വരുന്ന വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റോസിൻ്റെ രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ സൂം ചെയ്തിട്ട് കാണിച്ചു തരികയാണ്, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ് ആ ചുറ്റുന്ന രീതി, അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്കിത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി വരുന്ന വരെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഈ ഒരു നോട്ടോടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന നോട്ട് നമ്മളുണ്ടല്ലോ, ആ ഒരു പോയിന്റ് നമ്മൾ ഒന്നിനും ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു.
അടുത്ത പോയിന്റ് നമ്മളിതാ ഫസ്റ്റ് ചെയ്ത നോട്ടിൻ്റെ അവിടേക്കാണല്ലോ നമ്മൾ ലാസ്റ്റ് എത്തുക. അതിൻ്റെ ഉള്ളിലായിട്ട് വേണം നമ്മൾ നീഡിൽ താഴ്ത്തി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ആദ്യം നമ്മൾ പൊക്കിയെടുത്ത ആ ഒരു ഇതുവരെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് നീഡിൽ പൊക്കിയെടുക്കുക. അതങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ നോട്ട്സും നമുക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ലൂപ്പും നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു നോട്ടിനെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്ത ആ ഒരു നോട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു നോട്ടിനെ ഓവർലാപ്പ് ചെയ്തിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉള്ളിലോട്ട് ആക്കുന്ന രീതിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ചെയ്തത്. നേരെ മറിച്ച് ഇത് നമ്മളിതിൻ്റെ ഫസ്റ്റ് ചെയ്തതിനെ ഓവർലാപ്പ് ചെയ്ത പോലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ ഒരു അഭംഗി തോന്നിക്കും. അപ്പോൾ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്ത ആ ഒരു ബുള്ളിയൻ നോട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ബുള്ളിയൻ നോട്ടിനെ അവിടെ ഉറപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമുക്കിത് മറുവശത്ത് കെട്ടിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. അപ്പോൾ പുള്ളിനോട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരും. പിന്നെ അത് വെച്ചിട്ട് റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാ 6 ത്രെഡ് നീഡിൽ കോർത്തിട്ട് ബുള്ളിനോട്ടൊക്കെ ചെയ്തതുപോലെ ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബുള്ളിനോട്ട് ചെയ്ത പോലെ തന്നെ എൻഡിങ് പോയിന്റിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് നമ്മുടെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ താഴ്ത്തി വീണ്ടും മുന്നേ താഴ്ത്തിയ പൊക്കിയെടുത്ത അതേ പോയിന്റിലോട്ട് നീഡിൽ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ബുള്ളിനോട് ചെയ്തതുപോലെ തന്നെയാണ് ഇതുവരെ ചെയ്യുന്നത്. ഇനിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു നീഡിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കും. അത് നമുക്ക് ഈ ഒരു എതളിൻ്റെ ഈ ഒരു പെറ്റൽസിൻ്റെ ഒരു വീതി കിട്ടാൻ അത് എത്രയാണെന്ന് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമ്മളത് ആ നീഡിൽ കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്ര അകലത്തിലാണോ ഈ ഒരു നീഡിൽ കുത്തുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു പെറ്റലിൻ്റെ വീതി കിട്ടുന്നത്. വീതി മീൻസ് നമ്മുടെ ആ ഒരു ഹൈറ്റ്, ആ ഒരു എതളിൻ്റെ ഒരു ഹൈറ്റ്, ഈ തുണിമന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഹൈറ്റ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും കൂട്ടി കൊടുക്കരുത്. അപ്പോൾ അത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഈ നീഡിൽ കുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് കണ്ടോ ഇങ്ങനെ ഈ വിരലിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തിയിട്ട് കണ്ടോ, ഇതിങ്ങനെ കമഴ്ത്തി ഈ 2 നീഡിലിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഒരു ലൂപ്പായിട്ട് ഒരു ചുറ്റായിട്ട് വന്നോളും. അപ്പോൾ നേരത്തെ പുല്ലിനോട്ട് ചെയ്ത പോലെ നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് നമ്മുടെ പെറ്റലിന് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുറ്റും കൊടുക്കുന്നത് കേട്ടോ. പുല്ലിനോട്ടിലും ചെയ്തത് അങ്ങനെ ആയിരുന്നല്ലോ. നമുക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അറിഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പെറ്റൽസ് ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ലൂപ്പ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു 2 നീഡിലും തമ്മിലുള്ള ആ ഒരു അകലം ഇങ്ങനെ കുറഞ്ഞ് വന്ന് തമ്മിൽ മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ അറ്റം വന്നിങ്ങനെ മുട്ടി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു പെറ്റലിൻ്റെ വീതി കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മുട്ടാണ്ട് ശ്രദ്ധിക്കണം. അത് ഒരേ ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നീഡിൽ പാരലലായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ തമ്മിൽ മുട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അറ്റത്തേക്ക് വരുന്നവരും നമ്മുടെ ആ ഒരു പെറ്റലിൻ്റെ വീതി കുറഞ്ഞ് വരും. അപ്പോൾ ഇതാ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലൂപ്പുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ലൂപ്പുകളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നീഡിൽ ഇങ്ങനെ വലിച്ചൂരിയെടുക്കാം. എന്നിട്ട് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു നീഡിൽ ഇതിലൂടെ ഈ ഒരു ലൂപ്പുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. അത് ബുള്ളിയൻ നോട്ടിനേക്കാളും നമുക്ക് നീഡിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കിട്ടും, കാരണം ലൂസാണല്ലോ നമ്മുടെ ചുറ്റിയ ലൂപ്പുകൾ. എന്നിട്ട് ലൂപ്പുകളൊക്കെ ഇങ്ങനെ കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കാസ്റ്റ് ഓൺ സ്റ്റിച്ചായി. ഇങ്ങനെയാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് വെച്ചിട്ട് ഫ്ലവർ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് റോസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം, ബുള്ളിയൻ റോസ് ചെയ്തതുപോലെ. അപ്പോൾ നമുക്ക് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് 5 ഇതളുള്ള നമ്മൾ സാധാ ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നടുവിൽ നമ്മുടെ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് എളുപ്പമല്ലേ, നമുക്ക് 5 ഇതൾ ഇങ്ങനെ വരച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് റോസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് റോസ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇത് സെൻറ്ററിൽ നമുക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാരലലായിട്ട് 2 ലൈൻ വരയ്ക്കുക കേട്ടോ. ഓരോ ലൈനിലും നമ്മൾ ഓരോ കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ 2 ലൈനിലും നമുക്ക് ഓരോ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈൻ ഒന്നും കൂടെ അടുപ്പിച്ച് വരയ്ക്കാം. നല്ല ഗ്യാപ്പായിട്ട് വരച്ചാൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പായിട്ട് കാണും ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം. അപ്പോൾ കുറച്ച് അടുപ്പിച്ച് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരറ്റത്ത് നമ്മൾ നീഡിൽ പൊക്കിയെടുത്തു. എന്നിട്ട് ഇങ്ങനെ താഴ്ത്തി വീണ്ടും പൊക്കിയെടുത്ത് അതേ ഭാഗത്ത് നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ എത്രയാണോ നമ്മുടെ ആ ഒരു വീതി വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് അടുത്ത നീഡിൽ പൊക്കി കൊടുക്കുക അവിടെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ വെച്ചത് നമ്മൾ വരച്ച ആ ഒരു ലൈനിൽ തന്നെ ആയിട്ടുണ്ട്. അത് അതിന് വേണ്ടി വരച്ചതെന്നല്ല, അറിയാമല്ലോ. അവിടെ നമുക്ക് വേറൊരു കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നവർ അത് അങ്ങനെ വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇനിയിപ്പോൾ ഞാൻ ചുറ്റാൻ വേണ്ടിയിട്ട് ത്രെഡ് പിടിക്കുന്ന ഒരു രീതിയും ഇടുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നമ്മളൊന്ന് വിരലിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക, എന്നിട്ട് കമിഴ്ത്തിയിട്ടാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിവിടെ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ലൂപ്പ് ഇങ്ങനെ ചുറ്റുന്ന ടൈമിൽ ഒരു സൈഡിൽ നമുക്കൊരു കെട്ട് പോലെ വരും കേട്ടോ. ലൂപ്പിന് ആ ഭാഗം ആണ് നമുക്ക് മേലെ വരേണ്ടത് കേട്ടോ. നമ്മുടെ ചുറ്റിയിട്ടുള്ള മറ്റേ സൈഡ് നമുക്ക് കെട്ടില്ലാണ്ട് വിട്ടിട്ടാണ് വരിക. ഒരു സൈഡിലുള്ളത് നമുക്ക് നമ്മൾ കൈ പിടിക്കുന്ന റൈറ്റ് ഹാൻഡ് പിടിക്കുന്ന വലത് കൈ പിടിക്കുന്ന ആ സൈഡിൽ നമുക്ക് കെട്ടായിട്ട് വരും. ആ ഭാഗമാണ് നമ്മുടെ ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വരേണ്ടത് കേട്ടോ. നമ്മൾ ഊരിയെടുക്കുന്ന ആ ഒരു നീഡിലുണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്കിങ്ങനെ കെട്ടായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല, ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. ആ കെട്ടായിട്ട് വരുന്ന ആ ഭാഗമാണ് നമുക്ക് പെറ്റലിൻ്റെ മുകളിലോട്ട് വരേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് 2 പെറ്റൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ത്രെഡ് ബാക്കി കുറച്ചേ ഉള്ളൂ. ഇനി അടുത്തൊരു പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതില്ല. അപ്പോൾ ഞാനത് അവിടെ കെട്ടിയിടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള
ത്രെഡ് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടാവണം. ഓരോ ഇതളുകളും കംപ്ലീറ്റ് ചെയ്യാനുള്ള ത്രെഡ് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടാവണം കേട്ടോ. ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ത്രെഡ് നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ടാവണം കേട്ടോ. അത് നമുക്ക് പിന്നെ അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരേ ഇതളിനുള്ളത് നമ്മൾ ആദ്യം എടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരേ ഇതളിന് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അതിനിങ്ങനെ അടിക്കുന്ന രീതിയിലാണ് നമ്മളിനി അടുത്ത റൗണ്ട് ചുറ്റി വരുന്നത് ചെയ്യുന്നത് കേട്ടോ. ബുള്ളിയൻ നോട്ടിൽ ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ. ബുള്ളിയൻ നോട്ട് ചെയ്ത പോലെയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു ഇതളിനെ കേടുവരാത്ത രീതിയിൽ അതിനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം പിന്നെ നീഡിൽ കൊത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതളുകളെ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ അടുത്ത പെറ്റൽ ചെയ്യേണ്ടത്. നേരത്തെ ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇതിൽ കൂടിയ പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതെന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ സ്റ്റോറേജ് ഫുള്ളായിട്ട് കട്ടായി പോയി ഇടയ്ക്ക് കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ സ്റ്റോറേജൊക്കെ കുറേ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. നമ്മളിങ്ങനെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകും. കാരണം ഒരുപാട് നേരം നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുകയല്ലേ. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് പിന്നെയും നമുക്ക് സേവ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നാത്ത ഫോട്ടോസാവും നമ്മുടെ കുട്ടികളുടെ. അങ്ങനത്തെ നമ്മുടെ ഓരോ മെമ്മറീസൊക്കെ ഉള്ള ഫോട്ടോസാവും അല്ലേ, വീഡിയോസൊക്കെ. നമുക്കപ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്ന ഒരു പ്രശ്നം നല്ല ഉണ്ട്. അതുപോലെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നെറ്റ് പ്രശ്നം. നമുക്ക് ഒരു 2 ദിവസത്തെ നെറ്റെങ്കിലും വേണ്ടി വരും ഇതൊന്ന് ഫുൾ അപ്ലോഡായി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആവാനായിട്ടാണ് ഞാൻ ആ വീഡിയോ ഓഫായത് കണ്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോറേജ് ഉണ്ടാക്കേണ്ടി വന്നു. അതുപോലെ ഈ 2 പെറ്റൽസ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ആദ്യം കാണിച്ചു തരികയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ. ഇത് കംപ്ലീറ്റ് ആവാനായിരുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അത് കളഞ്ഞു കേട്ടോ. ആ സ്റ്റിച്ച് ഞാൻ വെട്ടി കളഞ്ഞിട്ട് വീണ്ടും ചെയ്യുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഓഫായത്. അതൊരു ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബുള്ളിയനോട് ചെയ്ത അതേപോലെ തന്നെ മനസ്സിലായല്ലോ. നമ്മൾ ഓരോ മുന്നേ ചെയ്ത പെറ്റലിനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ഓരോ പെറ്റൽസും ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ മുന്നേ ചെയ്ത ഒരു പെറ്റലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കയറ്റിയിട്ടാണ് ബുള്ളിയനോട് ചെയ്ത പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗത്തോട്ട് കയറ്റിയിട്ടാണ് ഒരു 1/4 ഭാഗമൊക്കെ ആ ഭാഗത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ നീഡിൽ പൊക്കിയെടുത്തിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വേണം നമുക്ക് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കൊരു 2 പെറ്റലും കൂടെ ചെയ്താൽ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പെറ്റൽസിന് ഇങ്ങനെ പിടിക്കണം കേട്ടോ. അത് നീഡിലൊന്നും കയറിയിട്ട് അതിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊന്നിങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
അപ്പോൾ ഇതാ ലാസ്റ്റത്തെ പെറ്റിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഉള്ളിലോട്ട് വരണം ലാസ്റ്റത്തെ പെറ്റിൽ. അപ്പോൾ ഇതാ ലാസ്റ്റ് പെറ്റിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഓവർലാപ്പിൻ്റെ കാര്യം നമ്മൾ റോസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ സാധാ ഒരു 5 ഇതളുള്ള ഒരു ഫ്ലവറൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അറിയാമല്ലോ, നമ്മൾ റോസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പെറ്റൽസ് വരയ്ക്കുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സാധാ ഒരു 5 ഇതളുള്ള ഒരു ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 5 ഭാഗത്തും അങ്ങനെ പെറ്റൽസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ത്രെഡ് പോകുന്നതൊക്കെ നേരെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാർക്ക് കളറ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോയിലൊക്കെ കൂടുതലൊന്ന് അതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ ലൈറ്റ് കളറിലാണ് ആ ഒരു ഇതളുകൾ വേറിട്ട് നിൽക്കുന്നതൊക്കെ മനസ്സിലാവാൻ പറ്റുക. പക്ഷേ ത്രെഡ് നിങ്ങൾക്ക് പോണത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഡാർക്ക് കളർ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ തോന്നിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും നേരിട്ട് ചെയ്ത് നോക്കുക. എല്ലാ എംബ്രോയ്ഡറി അങ്ങനെയാണ്, നേരിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് ഫോട്ടോയിൽ ഉണ്ടാവില്ല. കുറച്ച് ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ട് ഞാനൊന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.